ഹായ്, SP അരുളേലാണ്. ശബരിമല മാത്രമല്ല, തിരുവനന്തപുരത്തെ ഈ ഏറ്റവും വലിയ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന തിരുവല്ലം ക്ഷേത്രം, ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ അതെ അഴിമതിയുടെ വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അമ്പലക്കള്ളന്മാരെ കൊണ്ട് മറ്റേ നിവർത്തിയില്ലാത്തൊരവസ്ഥയായെന്ന് പറയേണ്ടി വരികയാണ്. അതായത് ക്ഷേത്രങ്ങളിലകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസ കച്ചവടം, വരുന്ന പാവപ്പെട്ടവൻ വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുക്കുന്ന കാണിക്കയായിക്കോട്ടെ, അല്ലെങ്കിൽ പൂജയ്ക്ക് കൊടുക്കുന്ന രസീത് അടക്കമുള്ള ഏതെങ്കിലും പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രസാദത്തിൻ്റെ പണമാണെങ്കിലും അടിച്ചുകൊണ്ട് പോവുകയാണ്. ലേറ്റസ്റ്റ് വാർത്ത ഒന്ന് കണ്ടു. ശബരിമലയ്ക്ക് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലും ക്രമക്കേട്. ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിലാണ് 25 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. കാണിക്ക മുതൽ ഭക്തർ നൽകുന്ന സംഭാവനകളിൽ വരെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ. കണ്ടോ, 29 ലക്ഷം രൂപ 2010 തുടങ്ങി ഈ 2026 എത്തുമ്പോഴാണ് ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ചത്. തലസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ പറയുന്ന ഈ പിതൃതർപ്പണത്തിലൂടെ ദേവസ്വം ബോർഡിന് കേരളത്തിൽ അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡുകളിൽ വരുമാനമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമലയ്ക്ക് പുറമെ ഈ പരശുരാമ ക്ഷേത്രം. എല്ലാവർക്കും അറിയാലോ. നിങ്ങൾക്ക് ഈ വാവ് ബലി അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഈ ദിവസബലി തുടങ്ങി മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായിട്ട് ബലി അർപ്പിക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ പണമടച്ചാണ് അവിടെ ആ പിതൃതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ള ഇടത്ത് വിശ്വാസത്തിൻ്റെ പുറത്ത് ഓരോ മനുഷ്യർ അവരുടെ പൂർവ്വപിതാക്കന്മാരെ ആലോചിച്ചുകൊണ്ട് കൊടുക്കുന്ന പണമാണ് വെട്ടി തിന്നാൻ കൊണ്ടുപോകുന്നത്. അമ്പലക്കള്ളന്മാരുടെ ഒരു മനോഭാവം നോക്കി, അത് തന്ത്രി ആയിക്കോട്ടെ, പൂജാരി ആയിക്കോട്ടെ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും. ഇതൊരു ദേവസ്വം ബോർഡ് ക്ഷേത്രം കൂടിയാണ്. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിനകത്ത് സർക്കാർ നിയമനമാണ്. ഒന്നാലോചിച്ചു, ദേവസ്വം ബോർഡിലേക്ക് നിയമനം കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ വിശ്വാസികൾ എന്നാണ് പറയപ്പെടുന്നത്. എന്ത് വിശ്വാസം! നിങ്ങൾ കണ്ടില്ലേ ഇത്രയും പൈസ? അത് ദേവസ്വം ഒരാൾ ഈ പൈസ തട്ടിച്ചെടുത്ത് അന്വേഷണം നേടുന്ന ഒരാൾ, ഇതിനകത്ത് ദേവസ്വം കമ്മീഷണറായിട്ട് ഒരാൾ റിട്ടയർ ആയിട്ടുണ്ടെന്ന് ആ വാർത്തയിൽ പറയപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം മറ്റൊരാൾ ഇപ്പോൾ കീ പോസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഭക്തി എന്ന പേരിൽ ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം കിട്ടുന്നതാണ് ഈ ദേവസ്വം ബോർഡിലേക്ക്. ദേവസ്വം ബോർഡിലേക്ക് ജീവനക്കാരായിട്ട് വരുന്നവർക്ക് ദൈവങ്ങളിൽ വിശ്വാസമില്ല. അവിടെ വരുന്ന വരുമാനങ്ങൾ, കാണിക്കകൾ, ഇതെല്ലാം എങ്ങനെ വെട്ടിച്ചുകൊണ്ട് പോകാം? അങ്ങനെ വെട്ടിച്ചുകൊണ്ട് പോയാലും ദൈവകോപം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല, ദൈവമില്ല എന്ന് മനസ്സിൽ വിശ്വസിക്കുന്ന കള്ളന്മാരാണ് ഈ വിശ്വാസ കച്ചവടത്തിൻ്റെ പുറകിലിരിക്കുന്നവർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ യുവമാർ അത് വെട്ടിക്കൊണ്ടുപോയി തിന്നുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ബോർഡ് എങ്ങനെയെങ്കിലും തകരണം, നമ്മൾ നന്നായാൽ മതി എന്നുള്ള നിലയ്ക്കുള്ള ഈ വിശ്വാസത്തിൻ്റെ മറ പിടിച്ചിരുന്ന് എങ്ങനെയാണ് വിശ്വാസികളുടെ അതായത് മനസ്സറിഞ്ഞുള്ള ദക്ഷിണയാണല്ലോ ഈ കൊടുക്കുന്നത്. അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാലാണ് മോക്ഷപ്രാപ്തി കിട്ടുക എന്നുകൂടി വിശ്വസിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയെപ്പോലും കൊള്ളയടിക്കുന്ന മനുഷ്യരുണ്ട്. അത് ഈ തിരുവനന്തപുരത്തെ തിരുവല്ലം പോലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നടത്തിയെന്ന് പറയപ്പെടുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ക്ഷേത്രത്തിലല്ല, സകലമാന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ വരുന്ന മനുഷ്യരിൽ നിന്ന് എന്ത് കിട്ടും? പണമാണ് നമുക്ക് പ്രധാനം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആ പണം എങ്ങനെയൊക്കെ വരുന്ന വിശ്വാസിയിൽ നിന്ന് ചൂഷണം ചെയ്തെടുക്കാം. ചൂഷണം ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നടവരുമാനമായിട്ട് വരുന്ന പണം പോലും അടിച്ചുകൊണ്ട് പോകാൻ ഇവർക്ക് ഭയമില്ലെങ്കിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ദൈവവിശ്വാസം നിങ്ങൾക്ക് മാത്രമാണ്. ആര്? അവിടെ തൊഴാൻ ചെല്ലുന്ന മനുഷ്യർക്ക് മാത്രം. അതുമായി ചേർന്ന് നിൽക്കുന്ന ഒരൊറ്റ മനുഷ്യർക്കും അങ്ങനെ ഒരു വിശ്വാസമോ ഭയപ്പാടോ ഇല്ല. ആ ഭയപ്പാടുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നില്ല. അപ്പോൾ വിശ്വാസികളെ, നിങ്ങൾ ഇതിൻ്റെ മറവിൽ വഞ്ചിതരാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് മാത്രമാണ്. ഇപ്പോൾ തലസ്ഥാനത്തെ പ്രമുഖമായിട്ടുള്ള ഈ പരശുരാമേശ്വര ക്ഷേത്രത്തിൽ പോലും ഇങ്ങനെയുള്ള വെട്ടിപ്പും തട്ടിപ്പും നടന്നു. അത് പിടിച്ചെടുത്തിട്ടില്ല എന്ന് പറയപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുന്നവർക്കെല്ലാവർക്കും പണമാണ് ആരാധനാലയങ്ങൾക്കകത്തും മുഖ്യ താല്പര്യമെന്ന് വെളിപ്പെടുകയാണ്.